പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പീച്ചി ഡാമാണ്. തൃശ്ശൂരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡാമാണ് പീച്ചി ഡാം. ജഗു ഇവിടെയില്ലേ, ജഗു സരിതര വീട്ടിലാണ്, അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക്. നമ്മൾ മണ്ണുത്തി ഓവർ ബ്രിഡ്ജാണ് കേട്ടാ. ഓവർ ബ്രിഡ്ജ് ഫ്ലൈ ഓവർ സെന്റർ അടിയിലാണ്. പട്ടിക്കാട് ചെന്നിട്ട് റൈറ്റാണ് തിരിയ കണ്ട. പട്ടിക്കാട് സെന്റർ എത്തുന്നതിന് മുമ്പ് റൈറ്റിന് പീച്ചിക്കുള്ള വഴി. നമ്മള് അല്പം കൂടി നേരെ പോകണം. നമ്മള് കുതിരാൻ തുരങ്കത്തിന്റെ അവിടെ വരുന്ന പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടാണ് നമ്മള് ഇവിടേക്ക് പോണത്, പീച്ചിലേക്ക് പോണത് കേട്ടാ. കുതിരാൻ തുരങ്കം ഒന്ന് കാണണ്ട, പണി കഴിഞ്ഞിട്ടില്ല, എന്നാലും അവിടെ വരുന്ന പോണു വെറുതെ. ആറുവരിപ്പാതിന് ഈ ആറുവരിപ്പാത നമ്മുടെ വടക്കഞ്ചേരി വരെയുണ്ട്. എല്ലാം ഫുള്ളായിട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടാ. ചെമ്പൂത്ര ഈ അടുത്ത വശത്ത് തന്നെ ചെമ്പൂത്ര ദേവിയുടെ അമ്പലം. 40-50 ആനകൾക്ക് മകരച്ചവേലെന്ന് ഉത്സവം നടക്കുന്ന സ്ഥലമാണ് ചെമ്പൂത്ര. ഓരോ ദേശക്കാരവിടുന്ന് ഓരോ ആനകള്. ബോർഡ് ഉണ്ടല്ലേ. പട്ടിക്കാട് സെന്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് പാണഞ്ചേരി പഞ്ചായത്തിന്. പട്ടിക്കാട് എന്ന് പറഞ്ഞാൽ പട്ടിക്കാട് എന്ന് പറയും, പട്ടിക്കാട് സ്ഥലം, പക്ഷെ പഞ്ചായത്ത് പാണഞ്ചേരി എന്നാ. നമ്മള് കുതിരാൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേട്ടാ. 1/2 കിലോമീറ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് തുരങ്കത്തിന്റെ അവിടേക്ക് എത്തും. ഇതിന് NH 544 ഇത് നമ്പർ. പണ്ടത്തെ 47 ആയിരുന്നു, 47. ഇപ്പൊ അതിന്റെ പേരൊക്കെ മാറ്റി. ഇത് കുതിരാനിലത്തെ അമ്പലട്ടാ. ധർമ്മശാസ്ത്ര ക്ഷേത്രം. നമ്മള് അപ്പുറത്തെ തുരങ്കത്തിന്റെ കവാടത്തിനായിട്ട് പോവാം. കുതിരാൻ തുരങ്കം. മണ്ണ് മൂടി കിടക്കല്ലേ, കൊറേ മോളിന്ന് മണ്ണിടിഞ്ഞിട്ടുണ്ട്. തുരങ്കത്തിന്റെ കവാടന് മണ്ണിടിഞ്ഞ് വണ്ടി കിടക്കുക. വണ്ടി കിടക്കുന്നുണ്ട്. ഈ വണ്ടി കിടക്കുന്നത് മാറ്റിയിട്ടാന്നുകൊണ്ട് അന്ന് ഈ ഒരു വീഡിയോയില് കണ്ടില്ലേ, ട്രാൻസ്പോർട്ട് ബസ് ഇതിലെ പോണ ഒരു വീഡിയോ കണ്ടമാനം പേര് കണ്ടതാ. ഇത് ബ്ലോക്കായിപ്പോ അവിടെ ഇപ്പൊ ലോറി ഇങ്ങനെ ക്ലോസിട്ടൊക്കെ ആൾക്കാർ കണ്ടിരിക്കാനാവും. മോളിനാണ്ട മണ്ണിടിഞ്ഞിട്ട് വീഡിയോ നോക്കണ്ടെങ്കിൽ കിഴക്കേ തുരങ്കം അല്ല, കിഴക്കര പടിഞ്ഞാറ് തുരങ്കം കേട്ടാ. തുരങ്കത്തിന്റെ മുഖം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരുന്നേ. ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണത്. എങ്ങനെയുണ്ടെന്ന് അറിയില്ലേ ഫുഡ്. എന്റെ മസാല ദോശ വന്നു, ചേട്ടനുള്ളതും വന്നു. ജഗ്ഗുവിന്റെ നെയ് റോസ്റ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതും കൂടി വന്നിട്ട് ഞങ്ങൾ കഴിച്ചു തുടങ്ങുള്ളൂ. ജഗ്ഗുവിന്റെ നെയ് റോസ്റ്റ് വന്നു. ഈ കഴിച്ചു തുടങ്ങാൻ പോണ. റെഡി, സ്റ്റാർട്ട്, അറ്റാക്ക്. നമ്മള് പീച്ചി ഡാമിലേക്ക് പോവാണ്. ആ നീല ബസ് വന്നില്ലേ, ആ വഴിയാണ് പീച്ചി ഡാം. പട്ടിക്കാട് സെന്ററിൽ നിന്ന് ലെഫ്റ്റ്, തൃശ്ശൂരിൽ നിന്ന് വരുമ്പോ പട്ടിക്കാട് സെന്റർ എത്തുന്നതിന് മുമ്പ് റൈറ്റ് കേട്ടാ. പീച്ചി ഡാമിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. കണ്ണാറ സെന്റർ കേട്ടാ. കണ്ണാറ കയറ്റം കേട്ടിട്ടുണ്ടോ? കണ്ണാറ കയറ്റം. ഇവിടുന്ന് 4.5 കിലോമീറ്റർ ആണ് പീച്ചി ഡാമിലേക്ക്. എന്റെ അമ്മായിയുടെ വീടിവിടെ അടുത്താട്ടാ. കണ്ണാറ സെന്ററിൽ നിന്ന് ഇത്തിരി ലെഫ്റ്റ് പോയാൽ മതി. ഒരമ്മായിയുടെ വീടുണ്ട് ഇവിടെ. പീച്ചി ഡാമിലേക്കുള്ള കവാടട്ടാ. നമ്മള് അത് കടക്കണം.
നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കണം കേട്ടാ, ഡാമിലേക്ക് നടക്കണം. ഇതിന് ടിക്കറ്റ് കൗണ്ടർ വലിയവർക്ക് 20 രൂപയും കിടാങ്ങൾക്ക് 10 രൂപയാണ് കേട്ടാ. ഡാമിന്റെ മുകളില് ഇങ്ങനെയാണ്. ഡാം തുറന്നിട്ടുണ്ടെങ്കിൽ വെള്ളം പോണ വഴിനതിട്ടാ. അധികം വെള്ളമൊന്നുമില്ല ഡാമില്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, നമ്മളൊന്നും കേറണില്ല. വീട്ടിലത്തെ ഞാനല്ലേ ഞാൻ അതിന്റെ പലക വീതി കുറവാ, അത് കാരണം അത് മിരിക്കാൻ ഒരു സുഖമില്ല ചേട്ടാ. അതിന്റെ പലക നമുക്ക് വിജയനെ കൊണ്ട് നല്ല ഭംഗിയിലാക്കണം. നിറയെ മരത്തുമ്പിലൊക്കെ നിറയെ ഊഞ്ഞാലുകളുണ്ട്. അതിന്റെ മോളിൽ പോവാട്ടാ, നക്ഷത്ര ബംഗ്ലാവ് എന്ന് പറയാന്നുണ്ട്. അതെ, അങ്ങനെ തന്നെ പറയാ. വേണ്ട വേണ്ട വേണ്ട, ഒരു വട്ടം ആളുകള് കണ്ടിട്ടുള്ള എന്റെ ക്ഷീണം പോട്ടെ. ഈ നക്ഷത്ര ബംഗ്ലാവിന്റെ മുകളിലേക്ക് ഇവര് കയറി പോണ്. എനിക്ക് കയറാൻ പേടിയാണ്, ഞാൻ കയറണില്ല. നക്ഷത്ര ബംഗ്ലാവിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഇവിടെ കുട്ടികളുടെ പാർക്കുണ്ട് കേട്ടാ. ബൈക്കുള്ള വഴിയാണിത്. ചവിട്ട് പടികളുണ്ട് കുത്തനെയുള്ളത്, നമുക്ക് പേടിനെ. അപ്പൊ സരിതന്റെ കൈ പിടിച്ചിട്ടുണ്ട്. മറ്റേ നക്ഷത്ര ബംഗ്ലാവിന്റെ മുകളിലേക്ക് ഞാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഇറക്കാനായിട്ട് ചിലപ്പോൾ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും. ആർക്ക്? ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്. അപ്പൊ വെറുതെ ആവശ്യമില്ലാതെ പണിക്കുന്നതിനെ പോകണമെന്ന് വെച്ചിട്ട് നമ്മള് അത് ഉപേക്ഷിച്ചു. ക്യാമറയില് ഷൂട്ട് ചെയ്യാൻ പാടില്ല, അവിടെ നിന്ന് ക്യാമറ കടത്താൻ പാടില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ നിന്നുള്ള എല്ലാ വിഷ്വൽസും മൊബൈലിലാ, ഡാമിന്റെ ഒക്കെ മൊബൈലിലാണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോ ക്ലാരിറ്റിയുടെ ഒരു വ്യത്യാസം മനസ്സിലാവുണ്ടാവും കാണുമ്പോ. ഇഷ്ടപ്പെട്ടാ? ഇതാ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നു. അതെ, പീച്ചി ഡാമിനെ കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞ ചേട്ടന്റെ. പണ്ട് ഒരു 10-14 വയസ്സ് പ്രായമുള്ള അപ്പം ഞങ്ങൾ പിള്ളേരുകള് ഒല്ലൂരിന്ന് സൈക്കിൾ ചവിട്ടി ഇങ്ങോട്ട് വരും കടയ്ക്ക്. വല്ലപ്പോഴും എന്നല്ല, വല്ലപ്പോഴും. അപ്പൊ സൈക്കിൾ ചവിട്ടിട്ടാ അത് കണ്ണാറ വാടക വിഷയം വലക്കാവ് ഒഴിക്കുന്ന വരെ മൂർക്കിനിക്ക് വലക്കാവ് വഴി സൈക്കിൾ ചവിട്ടി വരും. അപ്പോൾ ഒരു തവണ വരുമ്പോൾ കണ്ണാറ കയറ്റം ഇറങ്ങാണ്ട് സൈക്കിൾ ചവിട്ടി കയറ്റുന്നത് ഒരു വാശി. അങ്ങനെ ഞാൻ ഒരു 3/4 സൈക്കിൾ ചവിട്ടി കയറി എണീറ്റ് നിന്ന് ചവിട്ടിയിട്ട് അതിൻ്റെ പെടല് ഒടിഞ്ഞു. ഞാൻ നിന്ന് ചവിട്ടിയപ്പോൾ അതിൻ്റെ പെടൽ ഒടിഞ്ഞു. ആ പെടല് അത് നിന്നുള്ള പെടുത്തല്ലേ, അത് ശരിക്കും ഒടിഞ്ഞു. അത് തിരിച്ച് കയറ്റാൻ പറ്റില്ല. പാതി വഴിയില് പീച്ചി യാത്ര ഉപേക്ഷിച്ചു. അത് അവിടെ തന്നെ അടിയിലേക്ക് പോയിട്ട് ഒരു സൈക്കിൾ കടൽ നന്നാക്കി കിട്ടാനായിട്ട് 3 മണിക്കൂർ പിടിച്ചു. അവിടെ ഈ വീട്ടിലെല്ലാം പിടിക്കുന്ന തെറിയേക്കും എങ്ങടെ പോയെന്ന്. വീട്ടിലെല്ലാം അറിയാണ്ടാണ് ഞാൻ ടീമായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ അവിടെ ശരിയാക്കിയിട്ട് അന്നത്തെ പീച്ചി ഡാം യാത്ര മുടങ്ങിപ്പോയി ഒരു തവണ.
പിന്നെ ഒരു തവണ ഞങ്ങൾ പിള്ളേരുകളായിട്ട് 1982 ബാലവേദിയിൽ നിന്ന് ഞങ്ങൾ ടീമുകളായിട്ട് പടരാട് ഞങ്ങളൊരു ബാലവേദിയിലായിരുന്നു. അവിടെ നിന്ന് വന്നു. എന്നിട്ട് ഞങ്ങൾ ഈ പീച്ചിയുടെ ഈ കാട്ടിക്കോട് ഇങ്ങനെ പോയിട്ട് റിസർവോയർ ഉണ്ട്. അന്ന് വേനൽക്കാലത്തായിരുന്നു. റിസർവോയറിലത്തെ വെള്ളമൊക്കെ വറ്റി അറ്റത്തൊക്കെ, അതായത് ഈ ഡാം തുറക്കണ സ്ഥലത്തല്ല, ഇതിന്റെ ഉള്ളിൽ കൂടെ കാട്ടിയെ പോയി. എന്നിട്ട് കാട്ടിയെ പോയിട്ട് ഞങ്ങള് അവിടെ ഈ റിസർവോയറിന്റെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി നടന്നു. മാനുകള്, പിന്നെ ഈ മറ്റേ എന്താ പന്നികളൊക്കെ ഇഷ്ടം പോലെ കണ്ടു. പിന്നെ ഒരു തവണത്തേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലവേദിയിൽ നിന്ന് ഞങ്ങൾ പീച്ചി കാടുകളിൽ പോയിട്ട് ഞങ്ങൾ മരം നട്ടു. ഞങ്ങൾ പിള്ളേരെ ഞാനും രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, പിന്നെ വേറെ ഇതിനുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കുറേ പിള്ളേർ 10-40 പിള്ളേരുകളായിട്ട് ഞങ്ങൾ വന്നിട്ട് പീച്ചിയിലേക്ക് വന്നിട്ട് മരങ്ങളൊക്കെ ആയിട്ട് വന്നത്, പ്ലാവ്, മാവ്, അതൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലത്തെ മരങ്ങളൊക്കെ ആയിട്ട് കുറച്ചെണ്ണം വന്നിട്ട് ഞങ്ങൾ നട്ടുപോയി. ആ മരങ്ങളിപ്പോൾ ചിലപ്പോൾ ഒന്നിങ്ങനെ ഭീമാകാരന്മാരായിട്ടുണ്ടാവും, ചിലപ്പോ അത് നശിച്ചു പോയിട്ടുണ്ടാവും. നമുക്കത് പറയാൻ പറ്റില്ല. 10-30 തൈകൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നട്ടു. കാട്ടില് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ കാടിന്റെ ഉള്ളിലേക്കാണ്ട് വല്ലാണ്ട്. ഇപ്പൊ കാട്ടിലേക്ക് പോകുന്നത് കുറ്റകരമാണ്, അപകടമാണ്. അത് നമുക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ കാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടും. അന്ന് പോയിട്ടൊരു അപകടം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി കാടിന്റെ ഉള്ളിൽ പോയിട്ട് നല്ല അരുവികൾ, നല്ല പാറക്കെട്ടിന്റെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ശരിക്കും ഭയങ്കര ഔഷധ ഗുണമുള്ള വെള്ളമായിരുന്നു. 82-ലാണ് ഉണ്ടാ, 82-83 ഒരു കുട്ടി പാറയുടെ മുകളിൽ നിന്ന് അടിയിലേക്ക് വീണു. അവൻ വെള്ളത്തിൽ ചാടിപ്പോ. എന്നിട്ട് വൈദ്യുതി തലേന്ന് അടിച്ച് വീണു. പക്ഷെ ഒന്നും പറ്റിയില്ല. അവനവിടെ കൊടുത്ത് പരിശോധിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അന്ന് സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അതന്നെ രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ പീച്ചിനെ പറ്റി കുറേ ഓർമ്മകളുണ്ട്. ഇങ്ങനത്തെ നിസ്സാരമായ ഓർമ്മകളുണ്ട്. അല്ലാണ്ട് വലിയ ഗംഭീരമായിട്ടൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല ഓർമ്മകളാണ്. ഞങ്ങൾ പോണേട്ടാ, ഞങ്ങൾ നടക്കണേ. പീച്ചി ഡാമിനെ കുറിച്ചിട്ടുള്ള ചേട്ടന്റെ ഓർമ്മ ഞാൻ ചോദിച്ചു കേട്ടോ ചേട്ടനോട്. ചേട്ടൻ എന്നോട് ചോദിച്ചില്ലല്ലോ ഓർമ്മയൊന്നും. നിന്റെ ഓർമ്മ പറയേ. പീച്ചി ഡാമിനെ കുറിച്ചിട്ടുള്ള എന്റെ ഒരു ഓർമ്മ പറയട്ടെ. ഞാനൊരു 5ാം ക്ലാസ്സിൽ 6ലോ പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നുണ്ട്, സോഷ്യൽ സയൻസില് ഡാമുകളെ കുറിച്ചിട്ട് പഠിക്കേണ്ടായിരുന്നു. അതായത് ഡാമുകൾ വെള്ളപ്പൊക്കം തടയുന്നു, ഡാമുകളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാം. അപ്പൊ ഡാമുകൾ വെള്ളപ്പൊക്കം തടയുന്നു. അപ്പൊ എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവില്ല. അതായത് ഒരു നദി പോകുമ്പോ അതിന്റെ കുറുകെ കെട്ടുന്നതാണ് ഡാം. കുറുകെ കെട്ടുമ്പോ ഇതിന്റെ ഒഴുക്ക് തടയും. അപ്പൊ ഇവിടത്തെ വെള്ളം പൊങ്ങും. അപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല ചെയ്യാ. ഇങ്ങനെ വെള്ളപ്പൊക്കത്തിന് തടയണത്. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇത് എങ്ങനെയാ അച്ഛാ? അപ്പൊ അച്ഛൻ കുറെ പറഞ്ഞു. എനിക്ക് എന്തോരം പറഞ്ഞിട്ട് എനിക്കിത് മനസ്സിലാവില്ല. എന്റെ മനസ്സിൽ ഇത് കാണുമ്പോ വെള്ളം പൊങ്ങല്ലേ ചെയ്യാ. അച്ഛൻ പറഞ്ഞു, എനിക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അന്ന് ആ ഞായറാഴ്ച ദിവസം അച്ഛന് മുടക്കാ സ്ഥലത്ത് അച്ഛൻ പുറത്ത് ഒരു കമ്പനിയിലേക്ക് പണിക്ക് പോയിരുന്നു. അപ്പോൾ ഞായറാഴ്ച ഞങ്ങള് 4 പേരും കൂടി, ഞാൻ, അച്ഛനും അമ്മയും അനിയനും കൂടിയിട്ട് പീച്ചി ഡാം കാണാം. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തോന്നി. നല്ല ഓർമ്മ. ഇതാണ് എന്റെ ഓർമ്മ. ഇല്ല, അമ്മായിയുടെ വീട് അടുത്തുണ്ടെന്ന് പറഞ്ഞില്ലേ. അമ്മായിയുടെ വീട് ഇവിടെ അടുത്തുണ്ട്. പക്ഷെ അമ്മായിയുടെ വീട്ടിൽ വന്ന് പോകും, ഡാമിലേക്ക് ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പളാ വരണത്. ഇവിടെ ഭയങ്കര മാറ്റായി, അന്നത്തെ പോലെയല്ല. നല്ല ഭംഗിയായി ഇവിടെ കാണാൻ. ഈ വഴി ഡാമിന്റെ അടിയിലത്തെ, അത് മുൻവശത്തെ പൂന്തോട്ടത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന വഴിയിട്ടത്. പോവാന്ന് പറഞ്ഞിട്ടേ അത് കയറി വരണ്ടേ. കയറി കഴിഞ്ഞപ്പോ കിതച്ചു. അപ്പൊ കുറച്ചേരം ഇവിടെ ഇരിക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ്. ഞങ്ങള് വീട്ടിലേക്ക് പോണ്. പീച്ചി ഡാമിന്റെ കൂടുതൽ കാഴ്ചകൾ ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സരിതര പാട്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. പാടും മാടപ്രാവേ കൺമണിയെ കാണാൻ വായോ, നിൻ കണ്ണിറയെ കാണാൻ വായോ. പീലിക്കുന്നും കേറി നീലക്കാടും താണ്ടി എന്നുയിരേ മുന്നിൽ വായോ, നിൻ പൂമധുരം ചുണ്ടിൽ തായോ. ഇളമാങ്കൊമ്പത്തെ പുതുപൊന്നൂഞ്ഞാലാടാം നറുമുത്തേവാ. മാരിക്കൂടിനുള്ളിൽ പാടും മാടപ്രാവേ കൺമണിയെ കാണാൻ വായോ.
കണ്ണിറയെ കാണാൻ വായോ. സിന്ദൂരം പൊട്ടിട്ട് ഒരു പൊൻവള കയ്യിലണിഞ്ഞ് ചില്ലോലും പൂമ്പട്ടും മെയ്യിൽ ചാർത്തി. മൂവന്തിക്കോലായിൽ നിറനിറമുത്തു വിളക്കു കൊളുത്തി നിന്നാമം മന്ത്രം പോലുള്ളിൽ ചൊല്ലി. ഉണ്ണിക്കണ്ണൻ ഉണ്ണാനായി വെണ്ണച്ചോറും വെച്ചു ഞാൻ. നെയ്യും പാലും പായസവും കദളിപ്പഴവും കരുതി ഞാൻ. നാലും കൂട്ടിയിട്ടൊന്നു മുറുക്കാൻ ചെല്ലം തേടി ഞാൻ. ഉള്ളിനുള്ളം തുള്ളി തുള്ളി തൂവും മുൻപേ നീ വന്നേ പോ വന്നേ പോ. മാരിക്കൂടിനുള്ളിൽ പാടും മാടപ്രാവേ കൺമണിയെ കാണാൻ വായോ. നിൻ കണ്ണിറയെ കാണാൻ വായോ. പീലിക്കുന്നും കേറി നീലക്കാടും താണ്ടി എന്നുയിരേ മുന്നിൽ വായോ. നിൻ പൂമധുരം ചുണ്ടിൽ തായോ.